കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം പറയുന്നു. വിശുദ്ധ തിരുവെഴുത്തിലെ സത്യങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ, ലഭ്യമാകുന്ന മീഡിയയിലൂടെയും മറ്റും ഇതര മാധ്യമങ്ങളിലൂടെ മറ്റ് സംവിധാനങ്ങളിലൂടെ എത്രത്തോളം തിരുവെഴുത്തുകളെ നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നു അത്രത്തോളം കൊടുക്കുവാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ശുശ്രൂഷകൾ ചെറിയ കൂട്ടായ്മകളായിട്ടും മറ്റ് ഓൺലൈൻ ബൈബിൾ സ്റ്റഡി ആയിട്ടൊക്കെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. മാത്രമല്ല ഈ യൂട്യൂബിലൂടെ അനേകർക്ക് തിരുവെഴുത്തുകളെ കൈമാറാൻ പറ്റുന്നത് ദൈവം നൽകുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഈസ് അവർ ഹംബിൾ മിനിസ്ട്രി. നിങ്ങളുടെ എല്ലാ കൂട്ടായ്മകൾക്കും പ്രത്യേകിച്ച് ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് നിങ്ങളോട് നന്ദിയുള്ളവരാണ്. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിശ്ചയമായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുള്ളതോ നിങ്ങൾ ഇതുവരെയും ചിന്തിച്ചിട്ടുള്ളതോ ആകുന്ന വചനത്തിന്റെ യഥാർത്ഥമായ പൊരുളുകൾ എന്താണ് എന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ ഹംബിൾ മിനിസ്ട്രിയാണിത്. നിങ്ങൾ നിശ്ചയമായിട്ടും ഇതിൽ പങ്കാളികളാകുവാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഏദൻ തോട്ടത്തിലെ പാമ്പാരാണ്. ഒരുപാട് കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്രൈസ്തവ സഭയിലുണ്ട്. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിന് നടുവിലുണ്ട്, കരിസ്മാറ്റിക് സമൂഹത്തിന് നടുവിലുണ്ട്. എല്ലാവർക്കും ഓരോരുടേതായ നിലയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ഈ പാമ്പ് ആരാണ് എന്ന് നമ്മൾ ഇന്ന് ഒന്ന് പരിശോധിക്കാൻ പോകാം. തുടക്കത്തിൽ തന്നെ ഞാനിതിനെക്കുറിച്ചുള്ള നിലവിലുള്ള ചില ആശയങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. അത് ചിലർ പറയാറുള്ളത് ഭൂമിക്ക് ആദമിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നൊരു ഭൂമിയിൽ, ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ആദമിന് മുമ്പ് ഈ ഭൂമി ഉണ്ടായിരുന്നുവെന്നും ആദമിന് മുമ്പ് മനുഷ്യരുണ്ടായിരുന്നെന്നും ആദമിന് മുമ്പ് മൃഗങ്ങൾ ഉണ്ടായിരുന്നെന്നും ആദമിന് മുമ്പ് സൃഷ്ടികൾ ധാരാളം ഉണ്ടായിരുന്നെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാനൊരു യങ് എർത്ത് ക്രിയേഷനിസ്റ്റ് അല്ല. 6000 വർഷത്തിന് മുമ്പ് ഭൂമി 24 മണിക്കൂറുകൾ ദൈർഘ്യമുള്ള 7 ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന തിയറിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കാൻ യോഗ്യമല്ല. കാരണം ദൈവത്തിന്റെ വചനം വിശ്വാസയോഗ്യമാണ്. അത് വിശ്വാസയോഗ്യമല്ലാത്തതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഈ ആദമിന് മുമ്പ് ഭൂമിയിൽ ദൈവം ലൂസിഫർ എന്ന് പറയുന്ന ഒരാളെ ആക്കി. അങ്ങനെ ബൈബിളിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവവചനത്തിന്റെ സത്യം, വചനത്തിന്റെ റഫറൻസുകൾ കൃത്യമായി എടുത്ത് നമ്മൾ കൊടുത്താൽ പോലും വിശ്വസിക്കാത്ത ആളുകൾ ബൈബിളിന്റെ എനിക്ക് തോന്നുന്നു ആമുഖത്തിലോ അവസാനത്തെ പേജിലോ രേഖപ്പെടുത്താത്ത കാര്യങ്ങൾ വളരെ അധികമായിട്ട് വിശ്വസിക്കുകയും നമ്മളതിനെ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ് ലൂസിഫറിന്റെ കഥ. സാത്താനെ വെട്ടിയിട്ടെന്നും പിശാചിനെ വെട്ടിയിട്ട് താഴെ വീണുവെന്നും, അങ്ങനെ ഏകദേശം 3 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. അപ്പം ഒത്തിരി കാര്യമുണ്ട്. അതൊക്കെ പറയാൻ പോകുന്ന സമയം നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വരും. അതിനുള്ള സമയം നമ്മുടെ ഈ വീഡിയോയിലില്ല. പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ജസ്റ്റ് ഒരു ആരംഭം മാത്രമേ പറയത്തുള്ളൂ. അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ 2ാം ഭാഗമായിട്ട് തന്നെ വരും എന്നാഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ഇപ്പം ഇത് ലൂസിഫർ ആണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ആൾ പറയുന്നത് സെറാഫുകളാണ്, സാറാഫുകൾ, ഏതോ കെറൂബുകൾ, വാഴ്ച കാത്തുകൊള്ളാത്ത കെറൂബുകളാണെന്ന് പറയുന്നുണ്ട്. മറ്റു ചിലര് അക്ഷരികമായിട്ട് ഇത് പാമ്പാണെന്ന് കേരളത്തിലെ വലിയ പ്രമുഖ അപ്പോളജിസ്റ്റുകൾ പറയാറുണ്ട്. ഞാനത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതും അതേപോലെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ പറയുന്നത് അന്നത്തെ കാലത്തെ പാമ്പിന്, അതായത് മിക്കവാറുമൊക്കെ ഈ എത്തിസ്റ്റുമായിട്ടുള്ള അല്ലെങ്കിൽ നിരീശ്വരവാദികളുമായിട്ടുള്ള സംവാദത്തിനിടയിലാണ് ഇത് സംസാരിക്കാറുള്ളത്. അപ്പൊ ആ കാലഘട്ടത്തിലെ പാമ്പുകൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു, പാമ്പുകൾക്ക് നടക്കാൻ പറ്റുമായിരുന്നു, പിന്നെ പാമ്പുകൾ വർത്താനം പറയും, പാമ്പുകൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ട്, മാത്രമല്ല പാമ്പുകൾക്ക് വചനത്തെ വ്യാഖ്യാനിക്കാൻ വരെയുള്ള കഴിവുള്ള പാമ്പുകൾ അന്ന് ഉണ്ടായിരുന്നു എന്നും ഇങ്ങനെയുള്ള ധാരാളമായ പഠനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ശരി, അതവിടെ കിടക്കട്ടെ. നമുക്ക് വേദപുസ്തകത്തിലേക്ക് തന്നെ ഒന്ന് പോകാം. എന്തുവാണ് കർത്താവ് ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞതെന്ന് നമുക്ക് വിശുദ്ധ ബൈബിളിൽ തന്നെ ഒന്ന് പരിശോധിക്കാനാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുചിന്തകളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം,
നമ്മൾ ആരംഭത്തിൽ തുടങ്ങണം. ഇത് ലൂസിഫറിനെ കുറിച്ചല്ല പറയുന്നത്. കാരണം ഇവിടെ ദൂതന്മാരില്ല, ഏഞ്ചൽസ് ഇല്ല, സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് ഇല്ല, ഇവിടെ ഒന്നുമില്ല. വളരെ പ്ലെയിൻ ആയിട്ട് ബൈബിൾ പറയുക, യഹോവേ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അപ്പം യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും എന്ന് പറഞ്ഞാൽ ആറാമത്തെ നാളിലെ സൃഷ്ടി നമുക്കറിയാം. നാൽക്കാലികൾ, ഇഴജാതികള്, കാട്ടുമൃഗങ്ങൾ, പിന്നെ സകലവിധമായ ഭൂമിയിൽ സഞ്ചരിക്കുന്ന സകല ജന്തുക്കളെയും കർത്താവ് സൃഷ്ടിച്ചു ആറാം നാളിൽ. അപ്പൊ ആ സൃഷ്ടിച്ച ആ കാട്ടുമൃഗങ്ങളിൽ വെച്ച് ഏറ്റവും കൗശലമേറിയത് പാമ്പായിരുന്നു. അപ്പം ഈ നമ്മൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ധാരാളം പഠനമുണ്ട്. അപ്പൊ ഈ ഉൽപ്പത്തി 3 പാമ്പ് എന്താണെന്ന് കൃത്യമായ ബോധ്യമില്ലാത്ത ഏതൊരു വ്യക്തി, അത് എത്ര വലിയ പണ്ഡിതനായാലും, വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ കഥകളി നടത്തേണ്ടി വരും. അവിടെ കിടന്ന് നമ്മൾ ചാടേണ്ടി വരും. ഒന്നും മനസ്സിലാവത്തില്ല. അവിടുത്തെ പിന്നെ പാമ്പിനൊന്ന് വിശദീകരണം കൊടുത്തു, അതെന്തോ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഏതോ ഡ്രാഗണാണ്, അത് ചൈനീസ് ഡ്രാഗണാണ്, പിന്നെ അങ്ങനെ വരെ പറയാറുണ്ട്. ഡ്രാഗൺ എന്ന് പറയുന്നത് ചൈനയുടെ ചിഹ്നമല്ലേ, അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലെ ആ കയറി വരുന്ന ആ ഡ്രാഗൺ എന്നൊക്കെ പറയുന്നത് ചൈനയിലെ സൈന്യമാണെന്നൊക്കെ പറയുന്നവരൊക്കെ ഒത്തിരി ഒത്തിരി ഉണ്ട് പ്രിയൻ. ഇതിലൊക്കെ നമ്മൾ ഇതിനൊന്നും ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും അനാവശ്യമായ വ്യാഖ്യാനങ്ങൾക്ക് പോകണ്ട. ഞാൻ ഒരിക്കലും എൻ്റെ ഇഷ്ടത്തിലോ എൻ്റെ ബുദ്ധിയിലോ ഒരു കാര്യം ഞാൻ പറയുന്നില്ല. ഞാൻ ബൈബിളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ പറയത്തുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവം ഈ കാട്ടുമൃഗങ്ങളിൽ ഏറ്റവും കൗശലമുള്ളതായ പാമ്പിനെ സൃഷ്ടിച്ചു. അല്ലെ, ദൈവ സൃഷ്ടിയുടെ ഭാഗമാണ് അത്. കാട്ടുമൃഗങ്ങളുടെ ഇടയിലുള്ള കാട്ടുമൃഗങ്ങളിലുള്ള ഒരു ആനിമലാണ് ഈ കാണുന്ന പാമ്പ്. എല്ലാവരെക്കാൾ കൗശലമുള്ളവരാണ്. അപ്പൊ ഈ കൗശലമുള്ള ഈ പാമ്പ് ഇതാരാണ്? ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരണം. ദൈവം 6-ാം നാളിൽ ഈ കാണുന്ന മുഴുവൻ മൃഗങ്ങളെയും സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് മനുഷ്യനോട് പറയുകയാണ്, മനുഷ്യനെ കുറിച്ച് സൃഷ്ടിക്കുന്നതിന് പറയാം, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. നാം നോർമലി ശ്രദ്ധിക്കുക, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എന്താ പറയുന്നത്? നീ വാഴണം. എവിടെ വാഴണം? കന്നാലിയെ വാഴണം, ഇഴജാതിയെ വാഴണം, ആകാശത്തിലെ പറവകളെ വാഴണം, സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന സകലവിധമായ മത്സ്യങ്ങളെ വാഴണം. ഇത് വായിക്കുന്ന ഏതൊരു റീഡറിനും മനസ്സിലാകുന്നത് നമ്മൾ ഈ കാണുന്ന കരയിലും കടലിലും ജീവിച്ചിരിക്കുന്ന സകലവിധമായ കാട്ടിലെയും നാട്ടിലെയും ഒക്കെയുള്ള ജന്തുക്കളെയും മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വാഴുക എന്നതല്ലാതെ വേറൊരർത്ഥം നോർമലി ആർക്കും തന്നെ മനസ്സിലാകത്തില്ല. കാരണം പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം പ്രപഞ്ച സൃഷ്ടിയുടെ അധ്യായമാണ് എന്ന് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിനപ്പുറത്ത് ചിന്തിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമല്ല എന്നും, അത് പഴയ നിയമ എന്ന് പറയുന്ന ഓൾഡ് ക്രിയേഷൻ. നമുക്കറിയാം പുതിയ നിയമത്തെക്കുറിച്ച് പറയുന്നത്, പുതു നിയമത്തിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ കുറിച്ച് പറയുന്നത് എന്താണ്? ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടി എന്നാണ്. അപ്പൊ പുതിയ സൃഷ്ടി പുതിയ നിയമമാണെങ്കിൽ പഴയ സൃഷ്ടി എന്ന് പറയുന്നത് പഴയ നിയമം. അപ്പൊ പഴയ നിയമ സൃഷ്ടിയുടെ നറേഷനാണ്, അല്ലെങ്കിൽ അതിന്റെ വിശദീകരണമാണ് ഉൽപ്പത്തി 1-ൽ നമ്മൾ വായിക്കുന്നത്. ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിന് മുമ്പ് തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും സമുദ്രവും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. എന്തിന്? മനുഷ്യരുമുണ്ട്. മനുഷ്യരുമുണ്ട്, മൃഗങ്ങളുമുണ്ട്, എവ്രിതിങ് ബിഫോർ ജെനസിസ് ചാപ്റ്റർ 1. Genesis chapter 1 is not the beginning of the physical creation. ബിഗ് ബാങ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരും. അത് മഷിയാക്ക് കാക്കു പറഞ്ഞെന്നും ഏതോ കൂക്കു പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വരാറുണ്ട്. എടവേ ഈ മെഷിയാക്കാക്കു ഒന്നുമല്ല ഈ വേദപുസ്തകത്തിന്റെ സൃഷ്ടിയുടെ തലത്തൊട്ടപ്പൻ. അദ്ദേഹത്തിന്റെ വിശദീകരണമോ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം കണ്ടുപിടുത്തോ ഒന്നും ഇവിടെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന, ബൈബിൾ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു സയൻസിന്റെ സപ്പോർട്ടും ആവശ്യമില്ല. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയാം, ബൈബിൾ എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ബുക്കല്ല. ബൈബിൾ എന്ന് പറയുന്നത് ഒരു ഏൻഷ്യന്റ് ഇൻസ്പേർഡ് സ്ക്രിപ്ചറാണ്, ഒരു സ്പിരിച്വൽ ബുക്കാണ്.
യഹൂദന്മാരെ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയല്ല ഉൽപ്പത്തി എഴുതിയത്. യഹൂദന്മാർ തങ്ങൾ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ജനമാണെന്നും ദൈവം തങ്ങളുടെ പിതാവും സൃഷ്ടിതാവുമാണെന്നും ഈ ജനതയ്ക്ക് മനസ്സിലാക്കാൻ ഉള്ള, അവരെ ആത്മീക വളർച്ചയിലേക്ക് നടത്താനുള്ള, അവരോട് ആത്മീകമായ സന്ദേശങ്ങൾ പറയാനുള്ള ഒരു സ്പിരിച്വൽ ഏൻഷ്യന്റ് ഇൻസ്പിറേഷണൽ സ്ക്രിപ്ചറാണ് വിശുദ്ധ തിരുവെഴുത്ത്, അല്ലെങ്കിൽ പഴയ നിയമഭാഗങ്ങൾ, ഉൽപ്പത്തി പുസ്തകം. ഒരിക്കലും അത് ഫിസിക്കൽ ക്രിയേഷൻ. അപ്പോൾ ഇവിടുത്തെ മൃഗങ്ങളും ജന്തുക്കളും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുവാണ് ഈ മൃഗം? എന്താണ് ഈ പറവജാതി? എന്തുവാണ് ഈ ഇഴജാതി? എന്തുവാണ് ഈ സമുദ്രത്തിലെ മത്സ്യം? നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ നമ്മളായിട്ട് തന്നെ ചിന്തിച്ച് ഇങ്ങനെ പോകുന്നതിന് പകരം നമുക്ക് വേദപുസ്തകത്തിലെ വേറൊരു ഭാഗത്തോട് ചേർത്തൊന്ന് കണക്ട് ചെയ്യാം. ഞാൻ അതാ പറഞ്ഞ, ബൈബിളിനെ ഐ പ്രിഫർ 100% പ്രിഫർ ടു ഇന്റർപ്രറ്റ് ദ ബൈബിൾ. ഹെർമനോട്ടിക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എക്സജസിസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അതായത് ബൈബിളിനെ ബൈബിൾ കൊണ്ട് മാത്രം വ്യാഖ്യാനിക്കുക, ഒരു വേർഡിനെ മറ്റൊരു വേർഡ് കൊണ്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. അല്ലാതെ അവിടെ നിന്നും കൊണ്ട് ഇന്ത്യയിലെ ഹോവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ പറയുന്നൊന്നും പോകേണ്ട ആവശ്യമില്ല. അതായത് ബൈബിളിലെ കാര്യത്തെ ബൈബിൾ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ഈഗോ നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ തെളിയിക്കാൻ വേണ്ടി ലോകത്തിന് ഔട്ട്സൈഡ്, ബൈബിളിനെ തെളിയിക്കാൻ ഔട്ട്സൈഡിൽ പോകരുത്. യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ സയൻസിന്റെ പുസ്തകം വായിക്കാൻ പോകരുത്. ബൈബിൾ മാത്രം വായിച്ചാൽ മതി. അല്ലെങ്കിൽ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിന്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. ഇത് വെളിയിലേക്ക് പോയത് കൊണ്ടാണ് വികലമായ വ്യാഖ്യാനങ്ങൾ നമുക്ക് വരേണ്ടി വന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കണമെങ്കിൽ ബൈബിളിനെ ബൈബിൾ കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് വി ക്യാൻ ഗോ ഫോർവേഡ് ടു ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 10. സോറി, ഞാൻ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കേട്ടോ. നമ്മൾ ഈ കോൺവെർസേഷനകത്ത് ഇംഗ്ലീഷ് കൂടുതൽ പറയുമ്പം സോറി എന്ന് പറഞ്ഞാൽ വലിയ ഇംഗ്ലീഷ് പണ്ഡിതനും അല്ല, അറിയാതെ ഇങ്ങനെ കോൺവെർസേഷനിൽ കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് കൊർണേലിയോസിന്റെ ഭവനത്തിലെ ദൈവിക സന്ദർശനത്തെ കാണാൻ പറ്റും. പത്രോസ് ഒരു വെൺമാടത്തിൽ കയറി ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തില് ഇങ്ങനെയാണ് കാണുന്നത്: ഒരു തുപ്പട്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അതില് ഭൂമിയിലെ സകലവിധ നാൽക്കാലികളും, 10-ാം അധ്യായം 12-ാം വാക്യം, നാൽക്കാലികളും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1:26 ആകാശത്തിലെ പറവയുണ്ട്, പറവജാതിയുണ്ട്, പറവയുണ്ട്, ഇഴജാതിയുണ്ട്, നാൽക്കാലിയുണ്ട്. പക്ഷേ മത്സ്യം ഉൽപ്പത്തിയിലുണ്ട്, പക്ഷെ ഇവിടെ മത്സ്യമില്ല. എന്തുകൊണ്ട് മത്സ്യം ഇല്ല എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട് പറയാം. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സസ്പെൻസ് ആയിട്ട് വെക്കും. എന്തുകൊണ്ട് ഇവിടെ മത്സ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല? മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. യേശു 5 അപ്പം 2 മീൻ കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ യേശു ക്രിസ്തു ആ അപ്പത്തിന്റെ ശേഷിപ്പ് മാത്രം നിങ്ങൾ പെറുക്കി എടുക്കുവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ മത്സ്യത്തിന്റെ ശേഷിപ്പിനെ പെറുക്കുവാനായിട്ട് ആവശ്യമില്ല, അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് എന്നും നമുക്കതോട് ചേർത്തൊരു വീഡിയോ നിശ്ചയമായിട്ട് ഞാൻ ചെയ്യും. താങ്ക് യു. ഓക്കെ, ഇനി ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകും. നിങ്ങൾ അത് കേൾക്കാനായിട്ട് റെഡിയാണ്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതായ നാൽക്കാലി, ഇഴജാതി, ആകാശത്തിലെ പറവ, ഇതിനോട് പറഞ്ഞു നിങ്ങൾ ഇതിനെ അറുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞു. അദ്ദേഹം ദൈവമായിട്ട് തർക്കിക്കുന്നു, പറ്റത്തില്ല, ഞാൻ ഇതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ഞാൻ കഴിച്ചിട്ടില്ല, അശുദ്ധമായത് ഞാൻ തൊട്ടിട്ടില്ലെന്ന് പറഞ്ഞു. ദൈവം അന്നേരം പറയുന്നത്, ദൈവം വിശുദ്ധമെന്ന് നിർണയിച്ചതിന് നീ എന്ത് ചെയ്യരുത്, മലിനമെന്നോ അശുദ്ധമെന്നോ പറയരുത് എന്ന് ദൈവം കൃത്യമായിട്ട് പത്രോസിന് വാണിംഗ് കൊടുക്കുന്നു. അതിനുശേഷം പ്രസംഗിക്കുന്നു. പരിശുദ്ധ റൂഹ ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്ന ശേഷം അവിടെ ദൈവത്തിന്റെ ആത്മാവ് ജനത്തെ ക്രിസ്തുവിലെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. 11-ാം അധ്യായത്തിൽ ഇതിനെ സംബന്ധിച്ച് അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് പത്രോസ് ഒരു വിശദീകരണവുമായിട്ട് വരുമ്പോൾ, താൻ ഈ ലഭ്യമായ ദർശനത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുമ്പോൾ അതിലെ പത്രോസിനോട് പറയുന്ന അർത്ഥം തിന്നാൻ പറയുന്നു. അത് 11-ാമത്തെ അധ്യായത്തിലാണ്. അപ്പം ഇദ്ദേഹം ഈ വിശദീകരണം അവിടെ കൊടുക്കുമ്പോൾ ഒടുവിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത്: ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസ്തരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ, 11-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ. ഈ മൃഗത്തെ അറുത്ത് ഭക്ഷിക്കാൻ പറയുക. എന്നിട്ട് പറയുന്നു ആ മൃഗം ആരാണ്, ആ കാട്ടുജന്തു ആരാണെന്നാണ് അടുത്ത 18-ാം വാക്യം. അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു.
അതായത് ഇസ്രായേലിലുള്ള യഹൂദന്മാരത് കേട്ട മിണ്ടാതിരുന്ന യഹൂദിയിലുള്ളവർ, അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ജാതികൾക്ക് ദൈവം എന്ത് ചെയ്തു? ജീവപ്രാപ്തിക്കായി. ഇതൊരു വല്ലാത്ത വാക്കാകട്ടോ, ജീവപ്രാപ്തിക്കായി. നരകത്തിൽ പോകാതിരിക്കാനല്ല, ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനും അല്ല, ജീവൻ പ്രാപിക്കേണ്ടതിന് മനസ്സാന്തരം, ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുള്ള അവസരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ പത്രോസ് തുപ്പട്ടിയിൽ കണ്ട ഈ ജന്തുക്കൾ ആരാണ്? ഇഴജാതിയും കാട്ടുമൃഗവും ആകാശത്തിലെ പറവയും ആരാണ്? കൃത്യമായിട്ട് പറഞ്ഞാൽ അത് ജാതികളെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കുക. അപ്പം ഭൂമിയിലുള്ള ഇതര ജാതികൾ, അതായത് ദൈവവുമായി ഉടമ്പടി ചെയ്യാത്ത, ആദാം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തയാളാണ്. ആദമിന്റെ കുലം ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. ഓൾഡ് കവനന്റിന്റെ ആദ്യത്തെ പിതാവ്. ആ ഏദന്റെ പുറത്ത് ഉള്ള ജനവിഭാഗങ്ങളാണ് കാട്ടുജാതി, കാട്ടുമൃഗം, ഇഴജാതി, കന്നുകാലി, ആകാശത്തിലെ പറവ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ. ഇവരെല്ലാം തന്നെ മറ്റ് എത്നിക് ഗ്രൂപ്പുകളാണ്, മറ്റിതര ജാതികളാണ്, ജനവിഭാഗങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം വേറൊരു സിവിലൈസേഷനാണ്. അപ്പൊ മറ്റ് സിവിലൈസേഷൻസ് ധാരാളം അന്ന് ഭൂമിയിലുണ്ട്. ആദം എന്ന് പറയുന്ന ആളിനെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എന്തുണ്ട്? വെളിയിൽ ധാരാളമായിട്ടുള്ള ജനവിഭാഗമുണ്ട്. ഈ ജനവിഭാഗങ്ങളെ ബൈബിൾ വിളിക്കുന്ന പേരാണ് കാട്ടുമൃഗമാണ്. ചിലത് കാട്ടുമൃഗം, ചില ഇഴജാതി, ചിലത് കന്നുകാലി, ചിലത് ആകാശത്തിലെ പറവ, ചിലത് സമുദ്രത്തിലെ മത്സ്യം. ഇത് പുതിയ നിയമത്തിൽ മറ്റൊരിടത്ത് നമുക്ക് കാണാൻ പറ്റും. യേശു കനാന്യ സ്ത്രീയെ നോക്കി പറയുന്നില്ലേ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കുന്നത് വിഹിതമല്ല. യേശു ക്രിസ്തുവിനെ കൊല്ലുവാനായിട്ട് നിരൂപിച്ച ഹെറോദാവിനോട് യേശു ക്രിസ്തു പറയുന്നൊരു വാചകം ഓർമ്മയില്ലേ? നിങ്ങൾ ചെന്ന് ആ കുറുക്കനോട്, അതെ എന്തു പറയണം? ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കും, ദൈവരാജ്യം പ്രസംഗിക്കും, മൂന്നാം നാളത് സമാപിക്കുമെന്ന് പറയാൻ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ മാത്രമല്ല, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യാക്കോബ് തന്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുമ്പോൾ മിക്കവാറൊക്കെ എല്ലാവരെയും അവിടെ പറഞ്ഞിരിക്കുന്നത് ഇസാക്കാർ കഴുത, യഹൂദ ബാലസിംഹം, ദാൻ വഴിയിലൊരു സർപ്പം, പിന്നെ അങ്ങനെ പിന്നെ ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി. അപ്പൊ ചെന്നായോടും ചെന്നായോടും പിന്നെന്തൊക്കെയാ, സിംഹത്തോടും കാട്ടുകഴുതയോടും വഴിയിലെ പാമ്പിനോടൊക്കെ എന്ത് ഉപയോഗിക്കുക? ആ വ്യക്തികളെ ഉപയോഗിക്കുന്നത് കാണാനായിട്ട് പറ്റും. മാത്രമല്ല ഈ മൃഗം, ബീസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഏതോ, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു എബ്രായ പണ്ഡിതൻ, ഞാൻ എബ്രായ പണ്ഡിതൻ എന്ന് ഇനി പറയത്തുള്ളൂ കേട്ടോ, ഈ എബ്രായ പണ്ഡിതൻ ആ പുള്ളിക്കാരൻ പറയുന്ന ചില വർത്താനങ്ങൾ, ലൂസിഫറിനെ താഴെ തള്ളിയിട്ടപ്പോൾ അവിടെ ആ വീണ ദൂതന്മാരെല്ലാം കൂടെ ഏതോ വികൃത ജീവിയായി മാറി, ഭയങ്കര ക്രിമിനൽ, ഭയങ്കര ദുഷ്ടന്മാരായി മൃഗമായി മാറി. ഇങ്ങനെ മൃഗമെന്ന് പറഞ്ഞ ഏതോ ഒരു ലൂസിഫർ ആണെന്ന്, ആ ലൂസിഫറിന്റെ ദൂതന്മാർ അങ്ങനെ അല്ല സഹോദരന്മാർ. ഒരു വലിയ നേഷൻസിനെ ദൈവം കാണിക്കാനായിട്ട് മൃഗവുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ദാനിയേലിന്റെ പ്രവചന പുസ്തകം വായിക്കുക, 7-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവിടെ സിംഹത്തെ കാണുന്നുണ്ട്, കരടിയെ കാണുന്നുണ്ട്, പിന്നെ ലിയോപാഡിനെ കാണുന്നുണ്ട്, അതായത് പുള്ളിപ്പുലിയെ കാണുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു മൃഗം, അതിന്റെ പേരെന്തുവാ, സംതിങ് ലൈക്ക് ദാറ്റ്, ഒരു മൃഗത്തെ കാണുന്നുണ്ട്. എല്ലാ മൃഗങ്ങളെ ഒന്ന് സാമ്രാജ്യങ്ങളുമായിട്ടും അതിലെ രാജാക്കന്മാരുമായിട്ട് ഉപമിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ രാജാക്കന്മാരും പ്രഭുക്കന്മാരും സാമ്രാജ്യങ്ങളും ഒക്കെ തന്നെ പഴയ നിയമ ബൈബിളിന്റെ എഴുത്തുകളില് മൃഗവുമായിട്ടും താരതമ്യം ചെയ്തതിൽ മൃഗമായിട്ട് അവരെ കാണുകയും അങ്ങനെ സംസാരിക്കുകയും അങ്ങനെ നറേഷൻ കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് ബൈബിളിനകത്ത് കാണാൻ പറ്റും. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ ഇനി മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ അവിടെ കാണുന്നത് 33-ാം അധ്യായത്തിന് 1-ാമത്തിൽ സകല കാട്ടുമൃഗങ്ങളിലും പാമ്പ് എന്തായിരുന്നു? കൗശലമേറിയതായിരുന്നു. ഇനി പാമ്പ് എന്ന് പറയുന്ന ഈ സംഭവം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് പോവാം. പാമ്പിനെ മനസ്സിലാക്കാൻ നമ്മൾ ഉൽപ്പത്തി 3:1 പോകണം. അവിടെ എഴുതിയിരിക്കുന്നു, വേ ഹന്ന ഹാസ് നഹാഷ്, ഇങ്ങനെ എഴുതി ഹന്നഹാഷ് ഹയ വാസ്
arum. Now the Nakash, the Nakash, ha Nakash എന്ന് പറഞ്ഞത് വേ ഹ നഖാഷ് യ ഹയാഹ് വാ ഹയ എന്ന് പറഞ്ഞ വാസ് റൂം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അതിന്റെ അർത്ഥം റൂം മീൻസ് സബ്റ്റൈൽ, പ്രൂഡന്റ്, ക്രാഫ്റ്റി. ഈ അറൂം എന്നതിന് കൊടുക്കുന്ന പ്രൂഡന്റ് മാൻ, ക്രാഫ്റ്റി, സെൻസിബിൾ, ഷ്രൂഡ്. സോ അതിന്റെ സ്ട്രോങ് കൺകോണൻസിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബ്രൗൺ ഡ്രൈവർ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ഹീബ്രു ഡിക്ഷണറി ഉണ്ട്. അതിലും പറഞ്ഞേക്കുന്നത് ക്രാഫ്റ്റി, പ്രൂഡൻ മാൻ, അതായത് കണ്ണിങ് ഫെലോസ്, ഇങ്ങനെയുള്ള അർത്ഥത്തിലാണ് ഈ BDB എന്ന് പറയുന്ന ഡിക്ഷണറിയും ഇത് കൊടുത്തിരിക്കുന്നത്. ടോപ്പിക്കൽ ടെക്സ്റ്റ് ലെക്സിക്കലിൽ നമുക്കിത് കാണാൻ പറ്റും. സോ മെനി തിങ്സ് ആർ ദർ. പിന്നെ ഏൻഷ്യന്റ് നിയർ ഈസ്റ്റേൺ ലിറ്ററേച്ചർ ലോഫിൽ ഈ കണ്ണിങ് ഹീറോസ് ഇതിനെ കുറിച്ച് പറയാനായിട്ട്, അല്ലെങ്കിൽ ഒരു കണ്ണിങ് ഫെലോയെ കുറിച്ച് പറയാനായിട്ട് ഈ അറൂം എന്ന പദങ്ങൾ ഉപയോഗിക്കണം. ഞാൻ അതിനെ വെച്ച് കൂടുതൽ വിശദീകരിക്കാൻ പോകുന്നില്ല. അതായത് ഒരു കൗശലക്കാരൻ, ഒരു കണ്ണിങ് ഫെലോ, ഒരു ഷ്രൂഡായിട്ടുള്ള മനുഷ്യൻ. ഇവിടെ നഖാഷ് എന്ന് പറയുന്ന പദത്തിലേക്ക് നമ്മൾ ഇവിടെ സർപ്പന്റ് എന്ന പദത്തിന് ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന പദം നഖാഷ് എന്നാണ്. നഖാഷിന് നമ്മുടെ മലയാള ബൈബിൾ കൊടുത്തിരുന്നത് പാമ്പെന്നാണ്. പക്ഷെ നമ്മുടെ ഹീബ്രു ബൈബിളിൽ ഇതിന് കൊടുത്തിരിക്കുന്ന നഖാഷ് എന്ന് പറയുന്ന ആ പദത്തിന്റെ അർത്ഥം സെർപ്പന്റ്, സ്നേക്ക്. അത് നൗൺ മസ്കുലിനാണ്, അതായത് പുരുഷ ലിംഗമാണത്. നഖാഷ് എന്ന് പറയും. നഖാഷ് സെർപ്പന്റ്, സ്നേക്ക് എന്ന നിലയിലാണ് അതിന് വിശദീകരണം കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒറിജിനൽ വേർഡ്, ഫ്രം വിച്ച് വേർഡ്, ഇതിന്റെ ഒറിജിൻ നോക്കിയാണ് ഒരു അൺയൂസ്ഡ് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെർപ്പന്റ് ഉപയോഗിച്ചിരിക്കുന്ന എന്ന് പറയുന്നതിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ നിലയിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ റൂട്ട് വേർഡില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നഖാഷ് എന്ന് പറയുന്ന അതിന്റെ റൂട്ട് വേർഡ്, ജസ്റ്റ് ഐ വോണ്ട് ടു ടേക്ക് ഇറ്റ്. ഓക്കെ. അതിന് കൊടുത്തിരിക്കുന്ന അതിന്റെ റൂട്ട് വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അതിന്റെ മീനിങ് എന്ന് പറയാം ഹിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളറിയത്തില്ലേ പാമ്പ് ഇങ്ങനെ ചീറ്റാറുണ്ട്, ഹിസ് സൗണ്ട് ഉണ്ട്, സൗണ്ട്, ഹിസ്സിങ് സെർപ്പന്റ്. അടുത്ത് കൊടുത്തിരിക്കുന്ന അതിന്റെ മറ്റൊരു പദം എന്ന് പറഞ്ഞാൽ ഡീവിനേഷൻ എന്ന് പറയുന്നത് ഫോർട്ടലി, ശകുനം നോക്കുക, കുറി ചൊല്ലുക, ഇങ്ങനെയുള്ള പദങ്ങളാണ്. ഫോർട്ടലി, ഡിവിനേഷൻ, അങ്ങനെ ഈ പദത്തെ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. ഡിവിനേഷൻ, നഹാഷ്. അത് വിസ്പർ ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ വിസ്പർ ചെയ്യുന്ന എപ്പോഴാണ്? മാജിക് ആണ്. വിച്ച് ക്രാഫ്റ്റ്, ഒക്കൾട്ട്, സ്പെൽ ചെയ്യുക, പ്രൊഗ്നോസ്റ്റിക്കേറ്റ് ചെയ്യുക, ഡിവൈൻ എൻചാൻഡർ. ശ്രദ്ധിച്ചു കേൾക്കണേ ഈ വാക്ക്. ഡിവൈൻ എൻചാൻഡർ, എൻചാൻമെന്റ്. മറ്റൊരു വാക്ക് കൊടുത്തിരിക്കുന്നത് ലേൺ ബൈ എക്സ്പീരിയൻസ്. സോ ഒരു ഡിവൈൻ എൻചാൻഡർ അല്ലെങ്കിൽ എന്ത് പറയുന്ന ഈ ജൽപ്പനം ചെയ്യുന്ന, ഒരു വിസ്പർ ചെയ്യുന്ന, ഹിസിങ് സൗണ്ട് പുറപ്പെടുവിക്കുന്ന ഒരു എൻചാൻഡർ. So ഇവിടെ divination, practice, the one who practice divination. നഖാഷ്. അപ്പൊ നഖാഷ് എന്ന് പറയുന്ന ഈ പാമ്പ് എന്ന് പറയുന്ന ഈ ജന്തു, നമ്മൾ നേരത്തെ പറഞ്ഞതിനനുസരിച്ച് ഇതാരാണ്? ഇത് വെറും ഒരു മൃഗമല്ല, ഇത് മനുഷ്യരാണ്. ഏതോ ഒരു മനുഷ്യനാണ്. അപ്പൊ ചിലർക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് തല വെട്ടി കീറും. അയ്യോ, ആദമല്ലേ ആദ്യത്തെ മനുഷ്യൻ, അങ്ങനല്ലേ ബൈബിൾ? കൂൾ. ബൈബിളിലെ ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ ഉടമ്പടിയുടെ മനുഷ്യനാണ് ആദം. ആദമിന് മുൻപ് മനുഷ്യരുണ്ടായിരുന്നു.
ഇവിടെ വളരെ വളരെ ഒരു ലാഘവത്തോടെ, ഒരു ദൈവം തമ്പുരാന്റെ സ്വഭാവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നിലയിൽ ചില ആളുകൾ കായന്റെ ഭാര്യയെ തപ്പി ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കായന്റെ ഭാര്യയെ തപ്പി ഇറങ്ങിയവരുടെ പ്രസംഗങ്ങൾ യൂട്യൂബ് നോക്കിയാണേ, അതിന് ലക്ഷക്കണക്കിന് ആളുകൾ വ്യൂസ് ഉണ്ട് കേട്ടോ. ഓ, ഞാൻ താഴെ കമന്റ് വായിക്കാം, ഫാസ്റ്റർ പ്രൈസിൽ ഇപ്പോഴാണോ സത്യം മനസ്സിലായത്. കായന്റെ ഭാര്യ ആരാണ്? കായന്റെ ഭാര്യ? ഇവർ പഠിപ്പിക്കുന്ന അറിയാം. ഈ പ്രൊട്ടസ്റ്റന്റ് സമൂഹം, പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്നതിനകത്ത് ഈ മാർത്തോമൻ CS ഒക്കെ ഉണ്ട്, ദയവ് ക്ഷമിക്കണേ, ഇത് കൂടുതൽ പറഞ്ഞു നടക്കുന്നു പറയും. ബൈബിളിന് വേണ്ടി നിൽക്കുന്ന ആളുണ്ടല്ലോ, ഇവർ പറയുന്നത് എന്താണെന്നറിയോ? അത് ആദമിന് ഇഷ്ടംപോലെ പെൺപിള്ളാരുണ്ടായിരുന്നു. അങ്ങനെ അതിലൊരു പെങ്കൊച്ചിന് അനിയത്തി ആര് കല്യാണം കഴിച്ചു? ചേട്ടൻ കല്യാണം കഴിച്ചു. നല്ലതല്ലേ? അടിപൊളിയല്ലേ? അപ്പൊ പിന്നെ ലേവ്യ പുസ്തകം വന്നപ്പോൾ തന്നെ തമ്പുരാൻ സ്വഭാവം അങ്ങ് മാറ്റിയില്ലേ? അപ്പൊ ദൈവതമ്പുരാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറുമില്ലേ സാഹചര്യം അനുസരിച്ച്? അത് അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. ഒരാൾ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞത് മേ ബി, ഞാൻ ഓക്കെ, ഐ എം സോ സോറി, എനിക്ക് പറയുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. ദാറ്റ് പേഴ്സൺ കണക്റ്റഡ്, ദാറ്റ് ഇൻസിസ്റ്റ് വിത്ത് ഈവ്, അങ്ങനെ വരെ പറയുന്നവരുണ്ട്. അങ്ങനെ പരിഹസിക്കപ്പെടുകയാണ് ക്രൈസ്തവ ലോകം. എന്തുകൊണ്ടാ? കായൻ തന്നെ അനിയത്തിയെ കല്യാണം കഴിച്ചു. ഇവിടെ നിരീശ്വരവാദി ചോദിക്കുക, എടാ നിന്റെയൊക്കെ ദൈവത്തിന് വിവരം ഉണ്ടോടാന്ന് ചോദിച്ചു. അവന് വേറൊരു പെണ്ണിനെ ഉണ്ടാക്കി കൊടുത്താൽ പോരായിരുന്നു. സ്വന്തം പെങ്ങളെ കല്യാണം കഴിക്കാൻ പറയും. എന്നിട്ട് പറയാം നമ്മൾ വലിയ മൂല്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. അബ്സല്യൂട്ട്ലി നോൺസെൻസ്. ദർ ഇസ് നോ സച്ച് തിങ് ഇൻ ദ ബൈബിൾ. കായൻ തന്റെ പെങ്ങളെ അല്ല കല്യാണം കഴിച്ചു. കായൻ നോദ് ദേശത്ത് എന്ന് പറഞ്ഞു. നോദ് ദേശം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കവനന്റ് ലാൻഡിന് വെളിയില്ല. നോദ്, അൺനോൺ പ്ലേസ് എന്നാണ്. നോൺ പ്ലേസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ലാൻഡാണ്. ദ പ്രോമിസ് ലാൻഡ്, ദ ഈവ്, ദ ഗാർഡൻ ഓഫ് ഈദൻ, ആദം താമസിക്കുന്ന പാരഡൈസ് അല്ലെങ്കിൽ ഏദൻ തോട്ടം, ദൈവത്തിന്റെ ആ ലാൻഡ്. ഔട്ട്സൈഡ് ദ ലാൻഡ്, ദാറ്റ് ഇസ് നോദ് ദേശം. എൻ്റെ ഒരു ചോദ്യം, കായനും ആബേലും ഏദൻ തോട്ടത്തിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ ആ ലാൻഡിൽ താമസിക്കുന്നു. തോട്ടത്തിൽ നിന്ന് പുറത്തായി, എന്തായാലും ലാൻഡിൽ താമസിക്കുന്നു. ആദാമിന്റെ പെമ്പിള്ളാരെല്ലാം കൂടെ നോദ് ദേശത്ത് പോയി താമസിക്കും. കൊള്ളാമില്ലേ? നല്ല തിയറിയ. കായന്റെ ഭാര്യ എന്ന് പറയുന്നത് ഏദന്റെ പുറത്തുണ്ടായിരുന്ന സിവിലൈസേഷനിലെ ഒരു പെണ്ണാണ്. ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞ ഏതോ ഒരു മൃഗത്തെയാണ് കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ ഏതോ ഒരു കന്നുകാലിയെ കല്യാണം കഴിച്ചു. ഞാൻ ആ ഉദാഹരണം പറയാം കേട്ടോ. അതാണ് കല്യാണം കഴിച്ചത്. ഇപ്പൊ കന്നുകാലി എന്നൊക്കെ പറയുന്നതൊക്കെ ഒരിക്കലും എന്തല്ല, നിശ്ചയമായിട്ടത് നോർമലി നമ്മൾ പറഞ്ഞ കന്നുകാലി അല്ലെന്ന് നിങ്ങൾ മറന്നുപോകും. അപ്പൊ ഇവിടെ പാമ്പെന്ന് പറഞ്ഞത് ഈ പക്ഷേ അറൂം കണ്ണിങ് ആയിരുന്നു, ക്രാഫ്റ്റി ആയിരുന്നു, ഷ്രൂഡായിരുന്നു, ഒരു തന്ത്രശാലി കൗശലക്കാരനായിരുന്നു. നഖാഷ് എന്ന വാക്കിന് പറഞ്ഞിരിക്കുന്ന ഡിവിയേഷൻ. അപ്പം അത് ഒരു വിച്ച് ക്രാഫ്റ്റ്, ഒക്കൾട്ട്, സ്പെല്ല് ചെയ്യുന്ന, ഡിവിനേഷൻ ചെയ്യുന്ന, എൻചാൻഡർ ചെയ്യുന്ന, ഡിവൈൻ ഡിവിനേഷൻ ചെയ്യുന്ന, ഒരു എൻചാൻമെന്റ് നടത്തുന്ന, ഈ മന്ത്രം പറയുന്ന, ഒരു മാജിക്കിലൂടെ ജനത്തെ കബളിപ്പിക്കുന്ന, മാന്ത്രികമായി കൺകെട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സൺ ആയിരുന്നു. ഇറ്റ് വാസ് ദേർ ഔട്ട്സൈഡ് ദ ഗാർഡൻ. ഇത് നിങ്ങളുടെ ചിന്ത ഒരുപാട് മാറ്റാൻ സാധ്യതയുണ്ട്. ഔട്ട്സൈഡിൽ കായന്റെ ഭാര്യയെ ഒരിക്കലും ആദമിന്റെ പെങ്ങളല്ല, ആദമിന്റെ മകളല്ല, അദ്ദേഹത്തിന്റെ പെങ്ങളല്ല. കാരണം ഗോഡ് ഒരിക്കലും ഫ്രം ദ ബിഗിനിങ് ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരേ രക്തബന്ധത്തിലുള്ള ആളുകളുടെ ഇടയിലുള്ള ലൈംഗികതയെ എന്താ പറയുന്നത്, ആ മാരകമായ തെറ്റിനെ ദൈവം അംഗീകരിക്കുന്നില്ല. അപ്പൊ നോഹയുടെ കാലത്ത് വരുന്ന നോഹയുടെ വിഷയത്തെക്കുറിച്ച് അടുത്തൊരു വേറൊരു വീഡിയോ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഐ വിൽ ടീച്ച് യു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നോക്കി, ദൈവം ആരംഭം മുതൽ എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. അപ്പൊ ഈ പാമ്പ് ആരാണ്? ഈ പാമ്പ് നിശ്ചയമായിട്ടും ഒരു മനുഷ്യനാണ്. എന്തൊരു മനുഷ്യനാണ്? ഹിസിങ്. അപ്പം ആ സൗണ്ടിലൂടെ അറ്റൻഷൻ കൊണ്ടുവരുന്ന, സ്പെല്ല് ചെയ്യുന്ന, എൻജാൻ ചെയ്യുന്ന, ഇങ്ങനെ ഉച്ചരിച്ച് പറയാം, ജൽപ്പനം ചെയ്യുന്ന, ഒരു മന്ത്രവാദം ചെയ്യുന്ന, വിച്ച് ക്രാഫ്റ്റ്, ഒക്കൾട്ടിക് പേഴ്സൺ. ഇപ്പൊ ദൈവത്തമ്പുരാന്റെ സാന്നിധ്യത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അറിവും പരിജ്ഞാനവും ലഭിക്കണം. ആ വെളിച്ചത്താലുള്ള രണ്ട് അറിവാണുള്ളത്. ശ്രദ്ധിച്ചു കേൾക്കണം. ദർ ആർ ടു ടൈപ്പ് ഓഫ് നോളജ്. ഒന്ന് നോളജ് ഫ്രം ദ ലൈറ്റ്, നോളജ് ഫ്രം ദ ഡാർക്ക്നെസ്. ബൈബിളിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഡാർക്ക്നെസ് ഈസ് ഇഗ്നോറൻസ്.
light is knowledge. The light is the knowledge with life. Darkness is a knowledge bring death. മരണം കൊണ്ടുവരുന്ന അറിവാണ്. അതുകൊണ്ടാണ് നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ ആ അറിവ് ഉണ്ടാവുമ്പോൾ യു വിൽ ഡൈ. പക്ഷെ ജീവന്റെ വൃക്ഷത്തിലെ ആ ജീവനാലുള്ള ആ ഫലം നീ ഭക്ഷിക്കുകയാണെങ്കിൽ യു വിൽ ഹാവ് ലൈറ്റ് ആൻഡ് യു വിൽ ഹാവ് ദ ലൈഫ്. ദാറ്റ് ഇസ് അനദർ കൈൻഡ് ഓഫ് നോളജ്. ദാറ്റ് ഇസ് എ നോളജ് അബൌട്ട് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ഓക്കെ. അപ്പൊ ഇവിടെ ഏദൻ തോട്ടത്തിൽ ഹവ്വയുടെ അടുക്കൽ വന്ന ഈ പാമ്പ് എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, എല്ലാ വൃക്ഷത്തിന്റെ ഫലം, യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നുന്ന ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ സ്ത്രീ പാമ്പിനോട് പറയുകയാണ്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാന്നാ പറഞ്ഞത്. പക്ഷേ എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ തിന്നരുതെന്നേ ദൈവം കൽപ്പിച്ചു, തുടരുതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ തുടരുതെന്ന് പറയുന്ന കാര്യം ആര് ആഡ് ചെയ്തതാണ്? ഹവ്വ ആഡ് ചെയ്തത്. അത് സത്യസന്ധമായ ഒരു പ്രസ്താവനയാണോ? അല്ല, അത് കള്ളവ. അതിന്റെ അർത്ഥം എന്താ? ഹവ്വായിക്ക് ഈ നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നുന്നതിന് മുമ്പ് തന്നെ കള്ളം പറയാൻ പറ്റുമായിരുന്നു. ഇവിടെ നമ്മൾ പഠിപ്പിച്ചില്ലയോ, ആദം വന്ന പാപം മുഖാന്തരം എല്ലാവരും പാപിയായി. പിന്നെ ഓരോരുത്തരിലും പാപം അങ്ങനെ വന്നു. അങ്ങനെ ഈ ജന്മപാപം ഇതെല്ലാം ക്രിസ്തീയ സഭ കൊണ്ടുവന്ന തട്ടിപ്പാണ്. അങ്ങനെ തന്നെ പറയാൻ എനിക്ക് പറ്റത്തുള്ളൂ. ഇനി ഇങ്ങനെ കൂടുതൽ മയപ്പെടുത്തി പറയേണ്ട കാര്യമില്ല. തട്ടിപ്പാണ്. ജന്മപാപം എന്നത് ബൈബിളിന്റെ പ്രമാണമല്ല. ഒരു മനുഷ്യനിലും മറ്റൊരു മനുഷ്യന്റെ പാപം പ്രവേശിക്കത്തില്ല. ആദമിൽ നിന്ന് മനുഷ്യകുലത്തിലേക്ക് വന്നത് മരണമാണ്. മരണം, ഡെത്ത്, സെപ്പറേഷൻ ഫ്രം ഗോഡ്, നോട്ട് സിൻ. കേരളത്തിലെ ഒരു ഹാസ്യ പ്രഭാഷകൻ, നമ്മൾ ഈ കഥാപ്രസംഗം പോലെയൊക്കെ ബൈബിൾ പ്രസംഗിക്കുന്ന ഒരു വലിയ ആളുണ്ട്. പുള്ളിക്കാരൻ ഒരിക്കൽ പറയുകയാണ്, യേശു ക്രിസ്തു അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ല. യേശു ക്രിസ്തു അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടാണ് വളർന്നതെങ്കിൽ യേശു ക്രിസ്തുവിന് രക്ഷകനാകാൻ പറ്റത്തില്ല. കാരണം അമ്മയുടെ മുലപ്പാൽ ഉത്ഭവിക്കുന്നത് ബ്ലഡിൽ നിന്നാണ്. ആ ബ്ലഡ് കളങ്കിതമാണ്, പാപമുള്ളതാണ്. പാപമുള്ള രക്തത്തിൽ നിന്ന് ഉരുവായി വന്ന അങ്ങനെ ഞാൻ തോന്നുന്നു, തെറ്റിദ്ധരിക്കല്ലേ പ്ലീസ്. എന്തായാലും ശരീരത്തിൽ എന്തായാലും ഇതെല്ലാം ഉണ്ടല്ലോ. ആ പാല് പാപമയമാണ്. ആ പാപമയമായ പാൽ യേശു കുടിച്ചിരുന്നെങ്കിൽ യേശു ക്രിസ്തു പാപിയായിരിക്കും, യേശുവിന് രക്ഷകനാകാൻ പറ്റത്തില്ല. വല്ലാത്ത തിയോളജി അല്ലേ? അതുകൊണ്ട് യേശു ക്രിസ്തു എന്ത് ചെയ്തു? തൈരും തേനും കൊണ്ട് ഉപജീവനം കഴിച്ചു എന്ന് പറഞ്ഞാൽ കുഞ്ഞു വായിലോട്ട് അണ്ണാക്കിലോട്ട് പുളിച്ച തൈര് വെച്ച് കൊടുത്തത്. എന്തൊരു കഷ്ടം. രക്തത്തിലൂടെ പാപം ഇങ്ങനെ വരികയാണ്. രക്തത്തിലൂടെ വരുന്നതാണോ ബ്രദറെ പാപം? ആണോ? രക്തമാണോ പാപവാഹിനി? നോ. ഇതെല്ലാം നമ്മൾ പഠിച്ചോ പറഞ്ഞു വരിക. പിന്നെ ഇത് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടേ പോലും ചിന്തിക്കത്തില്ല. കാരണം എന്നറിയുമോ? ഒന്ന്, പോപ്പുലാരിറ്റി നഷ്ടപ്പെടും. നമ്മൾ ആരാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾ നമ്മളെ തിരസ്കരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക ലോകത്ത് സത്യത്തിന് വേണ്ടി നിൽക്കുന്നവൻ മരം മണ്ടനാണ്. കാരണം അവന്റെ ജന്മത്തൊരിക്കലും അവൻ ലോകത്താൽ അംഗീകരിക്കപ്പെടത്തൂല്ല. അവൻ ചത്തു കഴിയുമ്പോൾ മാത്രമേ അവൻ പറഞ്ഞത് ശരിയാണെന്ന് ആള് പറയത്തുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവൻ തിരസ്കരിക്കപ്പെട്ടു. മരം മണ്ടനാണ്. പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് എത്രത്തോളം ജനത്തെ കബളിപ്പിക്കാൻ അറിയാമോ അത്രത്തോളം കബളിപ്പിക്കാൻ അറിയാവുന്നവനാണ് ഇന്റർനാഷണൽ ശുശ്രൂഷകൻ, ക്രിസ്തീയ ശുശ്രൂഷ. ഒരാൾ ഏറ്റവും കൂടുതൽ ലോകത്ത് ഭയങ്കര ഫേമസ് ആണ് ഓർത്തണം, അയാൾക്ക് അത്രയ്ക്കും ജനത്തെ കളിപ്പിക്കാൻ അറിയും. അത്രയ്ക്കും സത്യമാണ്. കാരണം ഇന്റർനാഷണലി ചിലക്ക് ലോക്കലി കളിപ്പിക്കാൻ അറിയത്തുള്ളൂ, ചിലക്ക് ചർച്ചിൽ മാത്രമേ കളിപ്പിക്കാൻ അറിയത്തുള്ളൂ, അവർ ലോക്കൽ. പിന്നെ നമ്മുടെ ജില്ലക്കകത്ത് മാത്രം കളിപ്പിക്കാൻ അറിയാവുന്നവരുണ്ട്, അവർ ചെറുതായിട്ട്. പിന്നെ കേരളം മൊത്തം കളിപ്പിക്കാൻ അറിയാവുന്നവർ, അത് അങ്ങനെ ഫേമസ്. ഇന്ത്യ മൊത്തം കളിപ്പിക്കാൻ അറിയാവുന്നവരുണ്ട്, അവന്മാരാണ് അതിനൊക്കെ ഫേമസ്. പിന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ തട്ടിപ്പ് കേസാണ് ഇന്റർനാഷണൽ പ്രീച്ചർ. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയ കാര്യം. കാരണം ഇവരുടെ ആരുടെ നാവിന്റെ തുമ്പിൽ ഒരു സത്യവും ഇല്ല.
ഇവരെത്രത്തോളം ജനത്തെ കണ്ടിട്ട് കണ്ണിങ്ങാണ്. ഒരു പണക്കാരൻ വരുമ്പോഴേ അവൻ്റെ കണ്ണങ്ങോട്ട് കറക്റ്റ് കാക്കയുടെ കണ്ണ് അങ്ങോട്ട് തന്നെ പൊക്കോട്ടിരിക്കും. നോക്കുന്നത് സ്വർഗത്തിലേക്ക് പോലെ നോക്കും. ഒരു കണ്ണ് അങ്ങോട്ട്, ഒരു കണ്ണ് ഇങ്ങോട്ട് വരും. ദി ഓൾ ആർ ദ കണ്ണിങ് ഫെലോസ്, ജസ്റ്റ് ലൈക്ക് ദ സ്നേക്സ്. അപ്പൊ സത്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഒത്തിരി അങ്ങോട്ട് കയറിപ്പോ തിരിച്ചു വരിക കേട്ടോ. അപ്പൊ ഈ പാമ്പെന്താ പറഞ്ഞത്? കൽപ്പിച്ചിട്ടുണ്ട്. ഉള്ള തിന്ന്. അതിന്റെ അർത്ഥം ഇവർക്ക് പാപം ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പം അയ്യോ തിന്നപ്പെടല്ലേ പാപം? അല്ല, ഇവൾ ഓൾറെഡി ഇരുട്ടി കിടന്നവരാ, ഇരുട്ടിന്ന് വെളിച്ചത്തിലേക്ക് വന്നവരാ. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ കം ടു അവർ ബൈബിൾ സ്കൂൾ. ഓൺലൈൻ ബൈബിൾ സ്റ്റഡി ഉണ്ട്. നിശ്ചയമായിട്ട് അതിൽ യു ക്യാൻ കം ആൻഡ് രജിസ്റ്റർ ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം അത് പേ ചെയ്ത് പഠിക്കുന്ന ഒരു സ്കൂളാണ്. പേ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, യു ജസ്റ്റ് പേ. If you are ready to do that, we will give you all the notes, all the studies. അത് ബിബ്ലിക്കൽ 100% ബിബ്ലിക്കൽ ആയിരിക്കും. അല്ല നമ്മുടെ ഊഹാപോവും മെഷിയാക്കാക്കുവിൻ്റെ സാധനവും ഏതോ വലിയ നാസ പറയുന്നതൊന്നും അല്ല പറയുന്നത്. പെർഫെക്റ്റ്ലി ബൈബിൾ. യു ആർ വെൽക്കം ടു ദാറ്റ് സ്കൂൾ. ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് പറഞ്ഞുള്ളൂ. കാരണം ഇത് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയും. അയ്യോ ഹൗവ പുള്ളിക്ക് പാപം ചെയ്യും. അതെ, പറ്റുമായിരുന്നു. ദൈവത്തിന്റെ വാക്ക് അവിശ്വസിക്കാൻ പറ്റുമായിരുന്നു. ഇവർ ഒരു പാപവും ഇല്ലാത്ത ഭയങ്കര നിഷ്കളങ്കരാണ്. ഹൗ ക്യാൻ ദേ അൺബിലീഫ്? എങ്ങനെ അൺബിലീഫ് വന്നു? തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുക. തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറയുമ്പോൾ മരിക്കത്തില്ല എന്ന് പറയുന്ന വാക്കിനെ വിശ്വസിക്കാൻ പറ്റുന്ന നിലയിൽ ദൈവത്തെ അവിശ്വസിക്കണമെങ്കിൽ അവിശ്വാസം പാപമല്ലേ? അപ്പൊ അവിശ്വാസം വന്നില്ലേ? ദൈവവചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന പാപമല്ലേ? തിന്നരുതെന്നല്ലേ ദൈവം പറഞ്ഞിട്ടുള്ളൂ? തുടരുന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ കൂട്ടിയില്ലേ? അത് പാപമല്ലേ? അപ്പൊ അവിശ്വസിച്ചു, അസത്യം പറഞ്ഞു, അനുസരണക്കേട് കാണിച്ചു. ഇപ്പൊ 3 പാപം ഹൗവയിലുണ്ട്. വിതൗട്ട് ഈറ്റിംഗ്, ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആ ഫലം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കി. ഞാൻ പറഞ്ഞില്ല, ഇത് ഈ ഒരു വീഡിയോ കുറച്ച് നേരം കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചിട്ട് കണ്ടിന്യൂ ദിസ് സബ്ജക്ട്. Who is this serpent? He's a man. Who is this man? He's a magician. He's a witchcraft person. He's the one who practice occult. Those who are practicing enchantment. So ഇവൻ നോക്കിയേ, ഇവൻ എന്താ ചെയ്യുന്ന നോക്കിയേ. അപ്പൊ പാമ്പിനോട് പറയാ, പാമ്പ് സ്ത്രീയോട് പറയാണ്, നിങ്ങൾ മരിക്കില്ല നിശ്ചയം. ഏത് മരണത്തെക്കുറിച്ചോ? ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ മരണത്തെക്കുറിച്ച് ഭയങ്കര തർക്കവും. മരണം ഉയർപ്പ്. മണ്ണിൽ പോയ മനുഷ്യൻ മണ്ണിൽ നിന്ന് തിരിച്ചു വരുമെന്ന് ആൾ പ്രസംഗിക്കുക. എവിടുന്ന? എന്താ കാര്യം എന്ന് പറയുമ്പോൾ 33 മനസ്സിലായിട്ടില്ല. 33 നിങ്ങൾ മരിക്കില്ല നിശ്ചയം എന്ന് പാമ്പ് പറഞ്ഞത് ഫിസിക്കൽ ഡെത്തിനെ കുറിച്ചാണ്. പാമ്പിനെ സംബന്ധിച്ചോളം മരണം എന്നത് ഫിസിക്കൽ ഡെത്താ. കാരണം പാമ്പ് നഗ്നനാണ്. ഈ അറൂം എന്ന വാക്കിന് മറ്റൊരു വാക്കുണ്ട്. അറൂം എന്ന പാദത്തിൽ നിന്നാണ് നമ്മൾ മനുഷ്യൻ ഭാര്യയും അതായത് പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, നാണം തോന്നിയില്ല താനും. 2:25. 3-ാം അധ്യായത്തിൽ പറഞ്ഞ കൗശലക്കാരൻ. ഈ കൗശലക്കാരൻ എന്ന് പറഞ്ഞാൽ അറൂം എന്ന വേർഡ് വന്നത്, അതിന്റെ റൂട്ട് വേർഡ് ഇസ് ഫ്രം നേക്കഡ്നെസ്. അപ്പൊ ഹി വാസ് നേക്കഡ്. ലിസൺ ടു മീ, ഇസ് വെരി ഇമ്പോർട്ടന്റ്. This serpent was naked, but Adam and Eve, they were naked physically. Physically ആണോ? They were naked but not ashamed. What is the meaning of that verse? ഇവിടെ 2 എണ്ണത്തിന് നഗ്നരാണ്, പക്ഷെ നാണം തോന്നിയില്ല. മനുഷ്യൻ ഈ പഴം തിന്നു കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്ന് അവർ നഗ്നരെന്ന് അറിഞ്ഞു. അപ്പൊ ഇവർക്ക് അവർ ഓൾറെഡി നഗ്നരാണോ? എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയത് പറയാം. ആദം ആൻഡ് ഈവ് വാസ്, ദേ വർ നോട്ട് അഷേംഡ് ബിക്കോസ്, എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ they were covered by the covenant. Ezekiel chapter 16 വായിച്ചോക്ക്. Deuteronomy chapter 32 60 പറയുന്നത്, ഞാൻ പോകുമ്പോൾ നിനക്ക് നീ ജനിച്ചിരുന്നു, നിന്റെ പുക്കൾക്കൊടി ആരും എന്ത് ചെയ്തില്ല? അറുത്തിട്ടില്ല. നിന്നെ ഉപ്പ് തേച്ചിട്ടില്ല, നിന്നെ തുണി കൊണ്ട് ചുറ്റിയിട്ടില്ല. ഞാൻ പിന്നെ വരുമ്പോൾ നീ വളർന്നു വന്നു, നിന്നിൽ പ്രേമമുണ്ടാകുന്ന, അല്ലെങ്കിൽ നിനക്ക് പ്രായമായി വന്നു, ഞാൻ എൻ്റെ വസ്ത്രമെടുത്ത് നിന്നെ ഉടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ഇസ്രായേലിനോടുള്ള ഉടമ്പടിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം വസ്ത്രമിടുക, അവരെ കവർ ചെയ്യുക, ഉടുപ്പിടുക എന്നൊക്കെ പറയുന്നത് കവനന്റാണ്.
ഉടമ്പടിയാണ്. റൂത്ത് ബോവസിന്റെ കാൽപാദത്തിലോട്ട് വന്ന് കിടന്നിട്ട് അവന്റെ വസ്ത്രം എടുത്ത് തന്റെ മേലിടുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ കവനന്റ്. സോ ഇവിടെ ആദം ആൻഡ് ഈവ് വാസ് അണ്ടർ ദ കവനന്റ്. ദാറ്റ്സ് വൈ they were not ashamed. Here this serpent was arum, crafty, shrewd, naked, shining one, exposed one, but he was a naked one, means he was not under the covenant. എന്ന് പറഞ്ഞാൽ ഈ പാമ്പ് ഉടമ്പടിക്കകത്തുള്ള ആളല്ല. അപ്പൊ ദൈവിക ഉടമ്പടിയുമായിട്ട് ബന്ധമില്ലാത്ത ആളായതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മരണം എന്ന വാക്ക് ഫിസിക്കൽ ഡെത്തേ അറിയത്തുള്ളൂ. ഇപ്പം ഭൂമിയിൽ ചെന്നിട്ട് നിങ്ങൾ ഈ ക്രിസ്തുവിന്റെ സഭയ്ക്ക് വെളിയിലോട്ട് ചെന്നിട്ട് മരണം എന്ന് പറഞ്ഞാൽ 100% ആളുകളും ആ മരണത്തിന് എന്തേ പറയത്തുള്ളൂ? ഫിസിക്കൽ ഡെത്തേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പറഞ്ഞിരിക്കുന്ന കവനന്റൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. ബിക്കോസ് ദേ വെർ നോട്ട് അണ്ടർ ദ കവനന്റ്. They were not under the covenant. They were under the curse, under darkness, ignorance. They are outside the boundary of God. They are outside the boundary of the covenant of God. ദൈവത്തിന്റെ ഉടമ്പടിയുടെ വെളിയിലാണ് അവർ. സോ ഇവിടെ പാമ്പ് പറഞ്ഞ സത്യമാണ്. അവന്റെ കണ്ടീഷനിൽ അവൻ നിൽക്കുന്ന അവന്റെ റലത്തിൽ അവൻ പറഞ്ഞ 100% സത്യമാണ്. വൈ? ഇറ്റ്സ് നോട്ട് അണ്ടർ ദ കവനന്റ്. പാമ്പിന് സ്ത്രീയോട് പാമ്പ് കള്ളം പറഞ്ഞില്ല. പാമ്പിന്റെ സ്റ്റാൻഡേർഡിൽ എന്താ പറഞ്ഞ? നീ മരിക്കത്തില്ല. പക്ഷെ ദൈവം മരിക്കുമെന്ന് പറഞ്ഞ ആ മരണവും പാമ്പ് മരിക്കുകയില്ല എന്ന് പറഞ്ഞ മരണവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം പറഞ്ഞ മരണം അത് വേറെ, ഇവൻ പറഞ്ഞ മരണം അത് വേറെ. പാമ്പ് he was outside the covenant. He did not know about anything about the covenant of death. അവൻ അറിയത്തില്ല. അവൻ ആ ഉടമ്പടി അറിയത്തില്ല. അവൻ ആ മരണം എന്താണെന്ന് അറിയത്തില്ല. ഉടമ്പടിക്കകത്തുള്ള മരണം നമുക്ക് ബൈബിളിന്റെ മൊത്തം ഭാഷയിൽ ഒറ്റ വാക്കിലല്ല പറയുന്നത്. ഫ്രം ജെനിസിസ് 3 എന്നല്ല പറയുന്നത്. ജെനിസിസ് അങ്ങോട്ട് പോയി നമ്മൾ നേരെ യാത്ര ചെയ്ത് കനാനിലേക്ക് പോകുന്ന വിൽഡർനെസ്സിൽ എക്സോഡസ്, പിന്നെ ജനങ്ങളുടെ ദൈവമായിട്ടുള്ള എന്തോ പറയുന്നത് കനാനിലെ ജീവിതം, അവരുടെ വീഴ്ചകൾ, താഴ്ചകൾ, അവിടെ സംഭവിച്ചതായ റിബലിയൻസ്, മത്സരം, മറ്റ് ദേവന്മാരെ സേവിക്കാൻ പോകുന്നത്, ഇസ്രായേൽക്കാരെ യഹൂദഗ്രഹം പിരിയുന്നത്. ദീസ് ഓൾ നറേഷൻസ് ആർ ദെയർ ഇൻ ദ ബൈബിൾ. ഇവിടെ എല്ലാം വി ക്യാൻ സീ ദ ഡെത്ത്. ദാറ്റ്സ് നോട്ട് ഫിസിക്കൽ ഡെത്ത്. ദാറ്റ്സ് നോട്ട് ഫിസിക്കൽ ഡെത്ത്. ഹോശേയ പ്രവചനം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? എഫ്രീം ബാലിനെ സേവിക്കാൻ പോയി. എഫ്രീം ബാലിനെ സേവിക്കാൻ പോയി. എഫ്രീം മരിച്ചുപോയി. അപ്പൊ ദൈവം തമ്പുരാന്റെ ഉടമ്പടിയിൽ നിന്ന് ഒരുത്തൻ ഔട്ട് ആകുന്നതിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് മരണം. ഈ മരണത്തെക്കുറിച്ച് ഈ പാമ്പിന് അറിയില്ല, അല്ലെങ്കിൽ ഈ മന്ത്രവാദിക്ക് അറിയത്തില്ല, ഈ മജീഷ്യൻ അറിയത്തില്ല, ഈ ക്രാഫ്റ്റിമാൻ അറിയത്തില്ല, ഈ ഡിവിനേഷൻ പ്രാക്ടീസ് അറിയത്തില്ല, ഈ ഹിസിംഗ് സൗണ്ട് ഉണ്ടാക്കുന്നവൻ അറിയത്തില്ല. എനിക്കിത് അറിയത്തില്ല. ഈ വ്യക്തി, ലിസൺ ടു മീ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദിസ് പേഴ്സൺ ഇസ് ടോട്ടലി സെൻസേഷണൽ. സെൻസുവാലിറ്റി, സെൻസേഷണൽ ആണ്. ഈസ് മൂവിങ് ഇൻ ദ സെൻസ്. അക്കോർഡിംഗ് ടു ഹിസ് പെർസ്പെക്റ്റീവ് ഡെത്ത് ഈസ് ഫിസിക്കൽ. സെപ്പറേഷൻ ഫ്രം ഗോഡ് ആണോ, കവനന്റ് അതൊന്നും അറിയത്തില്ല. എസെക്കിയേൽ 37-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നു, ഞങ്ങൾ മരിച്ചുപോയി, ഞങ്ങൾ വരണ്ടുപോയി, ഞങ്ങൾക്ക് ജീവനില്ലാതായി പോയി എന്നൊക്കെ പറയുന്ന ഇസ്രായേലിനെ കാണാനായിട്ട് പറ്റും. അതായത് ആ ചിതറിക്കിടക്കുന്ന അസ്ഥികൂടം ഇസ്രായേലാണെന്നവർ. ഇസ്രായേൽ ഗ്രഹമാവും. ആ ഗ്രഹത്തോട് പറഞ്ഞാൽ നിങ്ങളുടെ ശവക്കുഴി നിങ്ങളെ കൊണ്ടുവരും. ശവക്കുഴി കൊണ്ടുവരുന്ന ഉടനെ പാമ്പിനോട് ചോദിച്ചാൽ പറയാം ശവക്കുഴി എന്ന് പറഞ്ഞാൽ പാമ്പ്. ഇപ്പൊ ശ്രദ്ധിച്ചേക്കണം, നമ്മുടെ ഇടയിൽ പാമ്പിന്റെ മിനിസ്ട്രി ധാരാളമുണ്ട്. നമ്മുടെ ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് പോകുന്നത് പാമ്പിന്റെ തിയോളജിയാണ്. നിങ്ങൾ മരിക്കില്ല നിശ്ചയം. ശരിയാണ്. അവരതിന് തെളിവ് കൊണ്ടിരുന്നത് അറിയുമോ? സത്യമല്ലേ? ദൈവത്തിന് 1000 വർഷം ഒരു ദിവസം പോലെയല്ലേ? എന്നാൽ 930-ാമത്തെ വർഷത്തിൽ ആദം മരിച്ചത് 1 വർഷം പൂർത്തീകരിക്കാൻ, 1 ദിവസം പൂർത്തീകരിക്കാൻ ദൈവം അനുവദിച്ചില്ല. സിംബോളിക്കല സംസാരിക്കും കേട്ടോ. പക്ഷെ ഇവിടെ പറയുന്നത് എക്സാക്ട്ലി ദൈവത്തിന് 1 വർഷം, 1 ദിവസം എന്ന് പറഞ്ഞാൽ 1000 വർഷമാണ്. അപ്പം ദൈവത്തിന്റെ 1 ദിവസത്തിൽ തന്നെ ആര് മരിച്ചുപോയി? ആദം മരിച്ചുപോയി. തിന്നുന്ന നാളിൽ മരിക്കുമെന്ന വചനം നിവർത്തിയായി. ഇത് തന്നെയാ ബ്രദറെ പാമ്പിന്റെ ഉപദേശം. നീ മരിക്കത്തില്ല, കാരണം തിന്ന നാളിൽ മരിച്ചിട്ടില്ല.
ബൈബിളിൽ ഒരുപാട് നാളുണ്ട് കേട്ടോ, നാളുണ്ട്. പണ്ടൊരിക്കൽ ദാവീദ് തന്നെ ശപിച്ച ശിമിയെ കുറിച്ച് മരിക്കുന്നതിന് മുമ്പേ ശലോമോനോട് പറയുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്. നീ എന്നെ ബുദ്ധിയോടെ കൈകാര്യം ചെയ്തു, അവൻ എന്നെ ശപിച്ചവൻ, ഞാൻ എന്തായാലും അവനെ കൊല്ലാതെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക, നീ പരിജ്ഞാനത്തോടെ ഇടപെട്ടോ. ഇത് കേട്ട ശലോമോൻ ഈ ശിമിയെ വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്ത്, നിന്നെ ഞാൻ കൊല്ലുന്നില്ല, പക്ഷെ നീ എന്ന് യെരൂശലേമിന്റെ ബൗണ്ടറിക്ക് വെളിയിൽ പോകുന്നു, the day you are coming out of that boundary you will die. that day. ആ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ആ തിന്നുന്ന നാളിൽ നിന്ന്. പിന്നെ ആദാമിന് 930 വർഷം വരെയുള്ള ജീവിതമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അതില്ല. അതൊരിക്കലും ഒറിജിനൽ ആയിട്ടുള്ള വാക്കല്ല, സിംബോളിക്കാണ്. ഞാൻ വിടുക. അപ്പൊ ഇവിടെ ആദം എന്ന് പറയുന്ന ആള് അല്ലെ ഹവയോട് പറയുകയാണ്, നീ മരിക്കത്തില്ല, ഫിസിക്കൽ ഡെത്ത്. അപ്പൊ ഈ പാമ്പിന്റെ ഈ കോൺസെപ്റ്റ് മാത്രമാണ് ഇന്ന് നമുക്ക് ഒത്തിരി പേർക്കുള്ളത്. ആ കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഒരു ശവം അടക്കാനായിട്ട് പോകുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട ആൾ മരിച്ചുപോയി, ഒരു ദിവസം കർത്താവിന്റെ വരെ ഉയർക്കും. ഈ മരിച്ചു എന്ന് പറഞ്ഞ് ഇതാണോ മരണം? ഫിസിക്കൽ ഡെത്ത് ആണോ മരണം? ഫിസിക്കൽ ഡെത്ത് ആണ് ദൈവം ഉദ്ദേശിച്ച മരണമെങ്കിൽ ഫിസിക്കൽ ഡെത്തിൽ നിന്നുള്ള മടങ്ങിവരവാണ് ദൈവം പറഞ്ഞ ഉയർപ്പെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ പറയുന്നത് ദാറ്റ്സ് റോങ്. നിങ്ങൾ ഭൗതിക ശരീരത്തിന്റെ മരണമെന്ന് വിചാരിക്കുന്നെങ്കിൽ, ഭൗതിക ശരീരം അവിടുന്ന് ഉയർക്കുന്നതാണ് ഉയർപ്പെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, you are preaching the doctrine of the serpent. It's not the biblical doctrine. I'm sorry. You are preaching the serpent's doctrine. Because serpent പറഞ്ഞത് നീ തിന്നാൽ മരിക്കില്ല, അദ്ദേഹം പറഞ്ഞത് ഫിസിക്കൽ ഡെത്ത് ആണ്. ഇറ്റ്സ് നോട്ട് സ്പിരിച്വൽ ഡെത്ത്. സ്പിരിച്വൽ ഡെത്ത് ഒരു വാക്കില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാൻ മടിക്കുന്നത്. ഇറ്റ്സ് നോട്ട് സെപ്പറേഷൻ ഫ്രം ദ ലൈഫ് ഓഫ് God, separation from the souls of God, separation from the life, separation from God. ദൈവത്തിൽ നിന്ന് മാറുക എന്നതാണ് മരണം. അത് ഈ പാമ്പിന് അറിയത്തില്ല. ബിക്കോസ് കവനന്റ് ടെർമിനോളജി പാമ്പിന് വശമില്ല. കാരണം പാമ്പ് അറൂമാണ്, വാസ് നോട്ട് കവേർഡ്. നഖാഷ്, he was not covered, he was outside the covenant. അവൻ കവനന്റിന് പുറത്താണ്. ഓക്കെ, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി കുറച്ചേറെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. ഹു ഈസ് ദിസ് പേഴ്സൺ? ഇദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണ്? ഹിസിങ്. മറ്റൊരു പറഞ്ഞാൽ ഇദ്ദേഹമാണ് ദൈവത്തിന്റെ ഉടമ്പടിയുടെ പ്രമാണത്തിന് പകരം മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്നതായ ഒരാൾ. ഇദ്ദേഹം സെൻസേഷണൽ ആണ്, സെൻസ് റൂൾഡ് ആണ്, സെൻസ് ഓറിയന്റഡ് ലൈഫ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ എല്ലാ ഉപദേശങ്ങളും നമ്മുടെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞു നിർത്തുന്നുള്ളൂ, ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി യു ക്യാൻ ഗോ ടു എഫീഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 18. 17. ആകയാൽ ശ്രദ്ധിക്കണം, ആകയാൽ ഞാൻ കർത്താവിനെ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ, പാമ്പിന്റെ കൂട്ടമായ ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന്, ഇവർക്ക് ഈ ദൈവത്തിന്റെ ജീവനോടൊന്നും യാതൊരു ബന്ധമില്ല, അതാ മരണം, അകന്ന് മനം തഴമ്പിച്ച് പോയവർ ആകയാൽ. ഇവരുടെ എല്ലാം മനസ്സെന്തായി? എപ്പോഴും തന്നെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ച്. ഇപ്പൊ ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാകുന്ന എപ്പോഴാണ്? ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ്. എപ്പോഴൊക്കെ നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരുമോ അപ്പോഴൊക്കെ നിങ്ങളുടെ ഹൃദയം മൃദുലമായിരിക്കും. അപ്പൊ ഹൃദയകാഠിന്യം ദൈവത്തിൽ നിന്ന് അകന്നതിന്റെ ഒരു തെളിവാണ്. മറക്കല്ലേ, ഇപ്പൊ ആർക്കെങ്കിലും എന്ത് കേട്ടാലും ഒരു ഭയങ്കര കട്ടി ഹൃദയമാണെങ്കിൽ, ചെക്ക്, ആർ യു അവേ ഫ്രം ഗോഡ്, ഫ്രം ദ ലൈഫ്?
സവാണി. അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ദുഷ്കാമം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം ഓർമ്മ വരുന്നത് ലസ്റ്റ്ഫുൾ, ലാസിവിയസ്നെസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അഗ്ലിയായിട്ട് ചിന്തിക്കുന്ന, അഗ്ലി മനവിഘോരമുള്ള ഒരാൾ എന്ന നിലയിലാണ് ദുഷ്കാമ പ്രവൃത്തി. ദുഷ്കാമത്തിന് തങ്ങൾ ഇവിടെ, പക്ഷെ ഈ ദുഷ്കാമം എന്നതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്കിന് ഞാൻ ഐ ജസ്റ്റ് വോണ്ട് ടു ടേക്ക് ദാറ്റ് വേർഡ്സ് ഇൻ ലെറ്റ് മീ ടേക്ക് ഇറ്റ്. ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എഫിഷ്യൻസ് 4 വേഴ്സ് 8-19. Glory, glory to God. Hallelujah. So ഇവിടെ they are alienated from God. ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്. ESV ഞാൻ എടുക്കാം. ജസ്റ്റ് ടേക്ക് ESV. ഇവിടെ പറയുന്നത്, now this I say and testify in the Lord that you must no longer walk as the Gentiles do in fertility in their mind, and they were darkened in their understanding, alienated from the life of God because of the ignorance അറിവുകേടാൽ that is in them due to their hardness of the heart. അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യം നിമിത്തം. അടുത്തത്, they have become callous and have given themselves up to sensuality, greedy to practice every kind of impurity. They have given themselves up to sensuality എന്ന് പറഞ്ഞാൽ എന്താ? എന്തുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം? സെൻസിൽ അറിയണം. ഓഹ്, ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റി. സെൻസുവാലിറ്റിയാ. ആ ദൈവദാസൻ തൊട്ടപ്പോ എനിക്ക് ഒരു ഷോക്ക് അടിച്ചു. സെൻസുവാലിറ്റിയാ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടോ നമ്മുടെ ക്രൈസ്തവ ലോകത്ത് ഇന്നത്തെ ആരാധനകൾ മൊത്തം? ദൈവജനോട് പിണങ്ങല്ലേ. മിക്കവാറും വലിയൊരു കൂട്ടത്തെ ഇന്നത്തെ കാണുന്ന ആധുനിക ക്രിസ്തീയ ലോകത്ത് ആരാധന എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേർഷിപ്പ് ഓഫ് സെൻസുവാലിറ്റി. ഇപ്പം ഞാനും ഈ ഒക്കൾട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന ആള്. ഈ ഒക്കൾട്ട് മീൻസ് കൈ അങ്ങോട്ട് വെക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ വിറയ്ക്കുക, എന്ന് വിറയ്ക്കുക. പിന്നെ ആളുകൾ തറയിൽ വീഴുക, കിടന്ന് ഉരുളുക, എഴയുക. കണ്ടിട്ടില്ലോ? എഴയുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ എല്ലാം പാമ്പാ. കാരണം അവർ ഈ എഴയുമ്പോഴാണ് അവർക്ക് ആത്മശക്തി വന്നു എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പം ആത്മശക്തി വന്നു എന്ന് ഇവർക്ക് അറിയണമെങ്കിൽ ഇവർക്ക് ഒന്നീ വിറയ്ക്കണം, അല്ല തുള്ളണം, അല്ല കൊരവിടണം, അല്ലെ ആക്രോശിക്കണം, അല്ലെ ബഹളം വെക്കണം. അപ്പൊ ഇത് ബഹളം വെക്കുമ്പോ ഇതിന്റെ ആളുകൾ ഇത് നടത്തുന്ന ഈ ആള് ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവ്, ഓ ഓ ഓ ഒരു ദൈവശക്തി, ഓ ഓ ഓ. ഇതേതാ ശബ്ദം? ഇതാണ് പാമ്പിന്റെ ശബ്ദം. സെയിം പാമ്പാ. ശ്രദ്ധിച്ചേക്കണേ, കർത്താവിന്റെ ശക്തി നിന്റെ മേലുണ്ട് എന്ന് പിതുക്കെ പറഞ്ഞാൽ സ്വീകരിക്കത്തില്ല. നിങ്ങളൊരു കോൺഗ്രിഗേഷൻ ചെല്ല്, യേശു ക്രിസ്തുവിന്റെ ശക്തി നിന്റെ മേലുണ്ട്. ശാന്തോട് നത്തിങ്. അനങ്ങത്തില്ല. അവിടെ ഇരിക്കും. ഉണ്ണിയപ്പം കവർണത്തിരിക്കുന്ന പോലെ ഇരിക്കും. അതേസമയം പാസ്റ്റർ നേരെ അങ്ങോട്ട് പത്തി വിടർത്തി, വാ ഹല്ലേലൂയ, സംതിങ് ഈസ് ഹാപ്പനിങ് ഹിയർ. The presence of God is moving. Oh, I can feel that. എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കയ്യിൽ അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കൈകളിൽ അത് അനുഭവിക്കാൻ പറ്റും. Oh, something great is going to happen. Praise, receive the power. എന്ന് പറഞ്ഞ് ഇവരെല്ലാം താഴെ വീഴും. This is the ministry of a serpent. This is the ministry of the serpent. ഇതാണ് പാമ്പിന്റെ പരിപാടി. സെൻസേഷണൽ. എന്നിട്ട് അത്യാഗ്രഹ നിമിത്തം, ദ്രവ്യാഗ്രഹ നിമിത്തം അന്ധബുദ്ധികളായിട്ട് ഏത് കാര്യം ചെയ്താലും അത്യാഗ്രഹത്തോടെ ചെയ്തു. ഓ, ദൈവം നിനക്ക് ഭയങ്കര ഒരു വീട് തരാൻ പോവുക എന്ന് പറഞ്ഞാൽ അവന്റെ ആഗ്രഹം എന്ന് അറിയാമോ?
വീട് തരാൻ പോവുക, നീ അതിന്റെ ഒരു പങ്ക് എനിക്ക് തന്നേക്കണം. ഞങ്ങളുടെ നാട്ടിലൊരു പ്രോഫറ്റ് ഉണ്ട്. പുള്ളിക്ക് ഒരു പ്രോഫറ്റ് ഒരിക്കൽ എന്നോട് പറഞ്ഞ കേട്ടോ. അദ്ദേഹം വിദേശ രാജ്യത്ത് ചെന്നപ്പം അദ്ദേഹത്തിന്റെ ഇവരെല്ലാം പോകുമ്പോൾ ഒരു അജണ്ടയോടെ പോകത്തുള്ളൂ. ഭയങ്കര അജണ്ട കയ്യിലുണ്ട്, പ്രോഗ്രാം വെച്ചു. ഇപ്പൊ ഒരു അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വണ്ടിയുടെ ആവശ്യമുണ്ട്. അത് ഈ രാജ്യത്ത് വന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഇവിടെ 4 പേരെ ദൈവം അതിന് ഒരുക്കിയിട്ടുണ്ടെന്ന്. 25 ലക്ഷം രൂപ എങ്ങാണ്ട് വേണ്ടത് വണ്ടിയെ. ദൈവം തമ്പുരാൻ ഇപ്പം അത്യാവശ്യമായിട്ട് 25 ലക്ഷം രൂപ വണ്ടി ഇല്ലെങ്കിൽ സ്വർഗരാജ്യം ആകാശത്ത് ഇടിഞ്ഞ് താഴോട്ടിങ്ങി വീഴും. ഞാൻ അന്ന് അവിടെ ഉണ്ട്. എന്നോട് ആ ദൈവാസം പറഞ്ഞ് ആ ദൈവത്തോട് പറഞ്ഞെന്ന്, നിങ്ങൾ ഒരു 5 ലക്ഷം രൂപ തരണം. അത് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. ഒരു പാസ്റ്റർ വലിയ വിളി. കാരണം ഇവരുടെ വേറെ പ്രശ്നമുണ്ട്. ഈ തരണമെന്ന് പറഞ്ഞാൽ ഉടനെ കൊടുത്തില്ല പിന്നെ ശപിച്ചളയും. മുടിഞ്ഞു പോകണം, നിന്റെ പിള്ളേർത്താ ഗതി പിടിക്കാതെ പോകണം എന്നൊക്കെ പറഞ്ഞു പേടിച്ചു ഈ പാവങ്ങളെ. പറഞ്ഞ ജനങ്ങൾ പേടിച്ച് കിടക്കുക. ഞാൻ ഓപ്പണായിട്ട് പറയാം, ഇതുപോലുള്ള വൃത്തികെട്ടവന്മാര് നിങ്ങളെ എന്തോന്ന് പറഞ്ഞാൽ കേൾക്കൂല്ലെന്ന്. നിങ്ങളുടെ കയ്യിൽ ജസ്റ്റ് വിശ്വാസത്താൽ ഒരു ബാഡ്മിന്റൺ പോലൊരു ബാറ്റ് വെച്ചേക്കണം. ഇമാതിരിയുള്ള തോന്നിവാസം പറയുന്ന ഉടനെ തിരിച്ചങ്ങ് അടിച്ചേക്കണം. നിനക്ക് നിന്റെ തലമുറയുടെ മേലും നിന്റെ കുഞ്ഞമ്മയുടെ മേലും നിന്റെ അമ്മയുടെ മേലും അപ്പന്റെ മേലും കിടക്കട്ടെന്ന് പറഞ്ഞു. അങ്ങ് തിരിച്ചു വിട്ടേക്കണോ? നിങ്ങൾക്കറിയുമ്പോ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികള് ഇതുപോലുള്ള പാമ്പെന്ന് പറയുന്ന ഈ പാമ്പ് പാസ്റ്റർമാരുടെ കയ്യിൽ അടിമകളാണ്. ഭയപ്പെടുത്തി. കേട്ടില്ലേ? പരിശുദ്ധാത്മാവ്. I want to ask you a question. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്ത് എങ്ങനെ? 3-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം. അളവ് കൂടാതെ എത്രയും അഭിഷേകം ചെയ്തു. അവനെ അളവ് കൂടാതെയല്ലോ ആത്മാവ് നിറച്ചു. യോർദാനിൽ വെച്ച് സ്നാനമേൽക്കുക. പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ ഇറങ്ങി വരുന്നു. സ്വർഗം തുറന്നു. പിതാവ്, ഇവൻ എൻ്റെ പുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ശബ്ദം കേൾപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ യോർദാൻ വിടുന്നതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് യോർദാനിൽ വെച്ച് അവൻ നിറഞ്ഞു. I want to ask you a question. According to the new generation style. ഇപ്പൊ കേരളത്തില് ഫയർ വിങ്സ് എന്ന് പറഞ്ഞൊരു കണ്ടിട്ടുണ്ടോ? ഫയർ വിങ്സ്. ആത്മാവ് കയറിയ ഉള്ള കസേര തലയിൽ വെച്ചുകൊണ്ട് നടക്കും. പിന്നെ അടുത്തിരിക്കുന്ന ആളുകളെ പിടിച്ച് തലയിൽ വെച്ചുകൊണ്ട് നടക്കും. പിന്നെ മേശയുടെ പുറത്ത് കയറി നിൽക്കും. പിന്നെ കാണുന്ന തല്ലി പൊട്ടിക്കും. അവിടെ ഉള്ള ട്യൂബുണ്ട്, അത് വലിച്ചു പൊറിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും തൂണുണ്ട്, അതിനകത്ത് വലിച്ചു പിടിച്ച് കയറും. കർത്താവ് എൻ്റെ മേൽ പകർന്ന ശക്തി ഓർത്താൽ ഞാൻ തെങ്ങ കയറും എന്ന് പറഞ്ഞാൽ തെങ്ങയെ വലിച്ചു പിടിച്ച് കയറും. ഇവന്മാരെ കുറെ എണ്ണത്തെ തെങ്ങയിലോട്ട് കയറ്റി വിട്ടിരുന്ന കുറെ തേങ്ങെങ്കിലും വളർത്തിയിട്ടായിരുന്നു. ഈ ബംഗാളിയെ വിളിക്കണ്ട. ഇതിന്റെ പേര് ആത്മാവെന്നാന്ന് പോലും. ആത്മാവല്ല, ഇതാ പാമ്പ്. ഇത് വരുമ്പോ നീ ഇഴയുന്നില്ല. കിട്ടുന്ന ഇഴയുന്ന എന്താ? എന്തുകൊണ്ട് നിനക്കൊരു ഇഴച്ചില്? നിനക്കൊരു പൊളച്ചിൽ എന്താ? നീ ഇങ്ങനെ പൊളയുന്ന എന്താ? ചെറുക്ക, ഇത് പാമ്പാടാവേ. ഇത് പരിശുദ്ധാത്മാവല്ലെന്ന്. ഇത് പരിശുദ്ധാത്മാവല്ലെന്ന് നിന്നെ പറയിപ്പിക്കുക. ഐ ഫീൽ ഇറ്റ് ഇൻ മൈ സ്പിരിറ്റ്. ഐ കാനോട്ട് ഹോൾഡ് ഇറ്റ്. ഇന്നാ പിടിച്ചോ, തലയും കുത്തി താഴെ വീഴും. Divination, sensuality. It's not the spirit. I want to ask you a question. Jesus Christ യോർദാനിൽ വെച്ച് ആത്മാവിൽ നിറഞ്ഞപ്പോൾ തുള്ളിച്ചാടിയോ? നമ്മുടെ ഇന്നത്തെ ആധുനിക ന്യൂ ജനറേഷനിൽ തേങ്ങാത്തൊലി ഉണ്ടല്ലോ, ഒരു പന്നത്തരം. എന്നോട് ക്ഷമിക്കണം കേട്ടോ, എൻ്റെ നാട്ടുഭാഷ വന്നു പോയത്. അത് വലിയ ചീത്തയാണെങ്കിൽ ക്ഷമിച്ചേരും. ന്യൂ ജനറേഷൻ മണ്ടത്തരം. അതായിരുന്നെങ്കിൽ യേശുക്രിസ്തു യോർദാനിൽ എന്തായാലും യോർദാൻ കലങ്ങി മാറിയും എന്ന് പാട്ട് പാടേണ്ടി വന്നേരും. കാരണം എന്താ? കർത്താവ് അവിടെ താലയും കുത്തി മറിഞ്ഞ യോർദാൻ കലങ്ങി. യോഹന്നാനും ജനലും പേടിച്ചോടി. അവസാനം യോഹന്നാനെ യേശു എടുത്ത് തോളയിലിട്ട് അവിടെ കിടന്ന് തുള്ളി, ദൈവത്തിന്റെ അഭിഷേകം എൻ്റെ മേലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചേനെ ആയിരുന്നില്ലേ? അക്കോർഡിംഗ് ടു ദ ന്യൂ ജനറേഷൻ സ്റ്റുപ്പിഡിറ്റി. I found this is a very important truth. This is the spirit of serpent. It's not the spirit of God. ദൈവത്തിന്റെ ആത്മാവ് പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ശാന്തതയുടെ ആത്മാവാണ്. യേശു ക്രിസ്തുവിന്റെ മേൽ ഇറങ്ങി വന്നത് കഴുകാനല്ല ഇറങ്ങി വന്നത്, പ്രാവ്, സൗമ്യതയുടെയും ശാലീനതയുടെയും ഹ്യൂമിലിറ്റിയുടെയും ചിഹ്നമായ ഹോളി ഗോസ്റ്റ്.
അവന്റെ ശബ്ദം തെരുവിൽ കേൾക്കാനില്ല. It's quiet. It's very quiet. But he was so powerful. He was so powerful than an atom bomb. Jesus Christ, filled with the power of God. He was not moved according to sensuality. He was moved according to the Holy Spirit. Holy Spirit. I'll continue this subject. ഞാൻ ഒറ്റ പോയിന്റ് മാത്രമേ പറയുന്നു. ആരാണ് ഈ പാമ്പ്? ഫസ്റ്റ് ബാക്കി ഞാൻ ഇദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണ്, ഇതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിന്റെ അടുത്ത വിശദീകരണം നമുക്ക് അടുത്ത 1-2 വീഡിയോയിലൂടെ ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ ഇത് ഷോർട്ട് ചെയ്യുന്നു. ഒരു വാക്കുകൂടെ പറഞ്ഞു നിർത്തിയിട്ടെ. ഹിസിങ് ഓൺ. നിങ്ങളുടെ പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞെങ്കിൽ ഓർത്തോണം, പാമ്പാണ്. സർപ്പ എഴുന്നേറ്റു, പാമ്പ് എഴുന്നേറ്റു. എന്നിട്ട് രണ്ടാമത് ഒറ്റക്കാരുടെ പറഞ്ഞു ഡിവിനേഷൻ. ഡിവിനേഷൻ എന്ന് പറഞ്ഞ മറ്റൊന്ന് കുറി ചൊല്ലുക. കുറി ചൊല്ലുക എന്ന് വാക്കിനകത്തുന്നത് ഭാവി പറയുക. ഇവന്റെ പരിപാടി അങ്ങനെ. ഇവനെ ഭാവി പറഞ്ഞു. എന്താ ഭാവി പറഞ്ഞു? തിന്നോ, കുഴപ്പമില്ല, മരിക്കത്തില്ല. അതങ്ങനെ അറിയാം. ഐ നോ ഇറ്റ്. ഞാൻ നിന്റെ ഫോർച്യൂൺ പറയുക, മരിക്കത്തില്ല. ദാറ്റ്സ് നോട്ട് പ്രോഫസി, ദാറ്റ്സ് ഫോർച്യൂൺ. ഫോർച്യൂൺ ടെല്ലിംഗ്. ഇതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവിനെ ഒരു കാഴ്ച കാണിക്കുന്നു. എന്താ കാഴ്ച? ഇവിടെ ചിലർ ഒരു 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 താഴ്ന്ന ലെവലിൽ നിന്ന് ഒരു ഉയർന്ന മലയിലോട്ട് ഇങ്ങനെ പറന്നു കയറുന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണിക്കുകയാണ്. ഇത്രയും വർഷങ്ങൾ നിങ്ങളിങ്ങനെ ഒരു ലെവലിലൂടെ പോയെങ്കിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകാൻ പോകുന്നു. ഇത് തന്നെ അല്ലേ അയ്യാ ഫോർട്ടലി? ഡു യു തിങ്ക് ദാറ്റ് ദിസ് എ പ്രോഫസി? ഇറ്റ്സ് എ ഫോർട്ടലി. ഇത് തന്നെയല്ലേ അപ്പുറത്തെ കാക്കാത്തി? അമ്മ വാരുങ്കമ്മ, നല്ല കാലം വരുത്, உங்களுக்கு நல்ல കാലം വരുത്, വാ അമ്മ உங்களுக்கு நல்ல കാലം വരുത്, കൈയോട്ട് കാണിക്കമ്മ എന്ന് പറഞ്ഞിട്ട് കൈയും കാണിക്കുമ്പോൾ ആ വില എടുത്തിട്ട് ഓ വരാൻ പോകുന്ന 3 വർഷത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. പൊണ്ടാട്ടി വരെ പോകുகிறார், உங்களுக்கு പിള്ളകൾ വരെ പോകുகிறார், உங்களுக்கு பெரிய செல்வந்து വരെ പോകുகிறார். ഇതാ പാമ്പ്. ഇതൊക്കെ തന്നെ ഈ പള്ളിക്കകത്തിപ്പം ഏറ്റവും കൂടുതൽ മണ്ടത്തരം പറയുന്നവൻ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ, ഏറ്റവും കൂടുതൽ കബളിപ്പിക്കാൻ അറിയാവുന്നവൻ ഏറ്റവും വലിയ സംഘടനയുടെ നേതാവ്. These are not the church of God. They are the serpents. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് പല്ലുരുകി ചാവുക. This is the word of God. This is from the Bible. Sensuality. Sensuality. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവന്റെ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ ഇമാതിരിയുള്ള പേക്കൂത്തിന്റെ കൂടെ പോകാതെ, കോപ്രായത്തിന്റെ കൂടെ പോകാതെ, നീതിയാൽ വിശുദ്ധിയാൽ ആ പുതുക്കം പ്രാപിച്ച പുതു മനുഷ്യനെ ധരിച്ച് ദൈവിക നിർമ്മലതയിൽ ജീവിപ്പാൻ ശാന്തമായിട്ട് ജീവിക്കുക, സ്റ്റാൻഡേർഡോടെ ജീവിക്കും, വെറും വെളിച്ചപ്പാടായിട്ട് ജീവിക്കുക. കൂടുതൽ കൊരവീടുന്നവൻ കൂടുതൽ ആത്മാവുള്ളവൻ, കൂടുതൽ തുള്ളുന്നവൻ കൂടുതൽ അഭിഷേകം പ്രാപിച്ചത്, അനങ്ങാതെ നിൽക്കുന്നവൻ പിന്മാറ്റക്കാരൻ. സ്തോത്രം പെതുക്കെ പറഞ്ഞാൽ ആത്മാവില്ല, സ്തോത്രം കൊരവീട്ട് പറഞ്ഞാൽ ആത്മാവ് ഭയങ്കരമായിട്ട് വ്യാപരിക്കുന്നു. ഇത് മുഴുവൻ പാമ്പാണ്. ബിവെയർ ഓഫ് ഇറ്റ്. കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കുക, അല്ലാത്തവൻ പോയി തുള്ളുകയും കൊരവീടുക, വേണമെങ്കിൽ ഒരു കത്തി എടുത്തോണ്ട് ഓ എന്ന് പറഞ്ഞുകൊണ്ട് നീ വെളിച്ചപ്പാടിനെ പോലെ തുള്ളു, നീ പാമ്പിന്റെ കൂട്ടത്തിൽ അകപ്പെട്ടിരിക്കുക. ബിവെയർ. ഇനി അടുത്തൊരു ചോദ്യം, പുതിയ നിയമസഭയിൽ പാമ്പുണ്ടോ? അത് നമുക്ക് അടുത്ത വീഡിയോ ചിന്തിക്കാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണം. നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.